BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. UDF അധികാരത്തിലെത്തിയാലുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ കോൺഗ്രസ് നേതാക്കൾ പല പേരുകളാണ് ഉയർത്തിക്കാട്ടുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് കഴിഞ്ഞു. സതീശനും ചെന്നിത്തലയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ചില തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. അതിന് MP സ്ഥാനം രാജിവെക്കുക മാത്രമല്ല, ഒരു MLA സീറ്റും ഒഴിയേണ്ടി വരും. KC വേണുഗോപാൽ കേരള കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ഏറ്റവും ശക്തമായ മുഖങ്ങളിൽ ഒന്നാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആയ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തും വിശ്വസ്തനായും അറിയപ്പെടുന്നു. യുവസംഘടനാ രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി കേന്ദ്രമന്ത്രി സ്ഥാനം വരെ ഉയർന്ന അദ്ദേഹത്തിന്റെ ദേശീയതല ബന്ധങ്ങൾ കേരളത്തിന്റെ ഭരണനിർവഹണത്തിന് പുതിയ ഊർജം നൽകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിലെ വാദം. കൂടാതെ K. സുധാകരൻ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ വേണുഗോപാലിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ ചൂട് പിടിക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പം വേണുഗോപാലിന് നേട്ടമായേക്കും. ഇപ്പോൾ വേണുഗോപാൽ ലോക്സഭാ അംഗമാണ്. മുഖ്യമന്ത്രിയാകണമെങ്കിൽ അദ്ദേഹം നിയമസഭാ അംഗമാകണം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മന്ത്രിസഭയിലെ അംഗം 6 മാസത്തിനുള്ളിൽ നിയമസഭാ അംഗത്വം നേടിയില്ലെങ്കിൽ പദവി നഷ്ടപ്പെടും. അതിനാൽ MP സ്ഥാനം രാജിവെച്ച് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരും. അതിനായി ഒരു MLA കൊണ്ട് രാജിവെപ്പിക്കേണ്ടതുണ്ട്. VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശക്തരായ ക്ലെയിമന്റുകളാണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന നിലയിൽ സതീശന്റെ പ്രവർത്തനങ്ങളും ചെന്നിത്തലയുടെ മുതിർന്ന നേതൃപരിചയവും അവരെ മുന്നിൽ നിർത്തുന്നു. എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം വേണുഗോപാലിന് അനുകൂലമായാൽ ഈ 2 പേരുടെയും സാധ്യതകൾ കുറയുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിലെ പൊതുവായ അഭിപ്രായം. എല്ലാം വേണുഗോപാലിന് അനുകൂലമായി നീങ്ങുമ്പോൾ തന്നെ ഒരു ട്വിസ്റ്റ് ഉയർന്നു വരുന്നുണ്ട്. തമിഴ്നാട് കോൺഗ്രസ് മുൻ നേതാവ് ഹസീന സയ്യിദിന്റെ ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം സൃഷ്ടിക്കുന്നു. വേണുഗോപാൽ ദേശീയതല ബന്ധങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയെന്ന ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. UDFിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു വരുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായ ഒരു നീക്കത്തിനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നതെന്ന സൂചനകൾ ശക്തമാണ്. എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ VD സതീശനും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ അവകാശവാദങ്ങളിൽ നിന്നും അത്ര പെട്ടെന്ന് പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. സതീശന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ നയിച്ച പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു ജനപിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുക എന്നത് ഹൈക്കമാൻഡിന് അത്ര എളുപ്പമാകില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ അധികാര ശ്രേണിയിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് വഴി തുറക്കും. ഇതുകൂടാതെ ഘടകകക്ഷികളുടെ നിലപാടും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെയുള്ള കക്ഷികൾക്ക് ഭരണത്തിൽ അർഹമായ പ്രാതിനിധ്യവും സ്വാധീനവും ഉറപ്പാക്കേണ്ടതുണ്ട്. വേണുഗോപാലിനെ പോലെയുള്ള ദേശീയ ശ്രദ്ധയുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് മുന്നണിക്കുള്ളിലെ ഐക്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ചാ വിഷയമാണ്. ഹസീന സയ്യിദിനെ പോലെയുള്ളവർ ഉയർത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കാൻ സാധ്യതയുള്ളതിനാൽ അത്തരം വിവാദങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും കോൺഗ്രസിന് മെനയേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF ഭൂരിപക്ഷം നേടിയാൽ മാത്രമേ ഈ ചർച്ചകൾക്ക് യഥാർത്ഥ അർത്ഥമുണ്ടാവൂ. പക്ഷേ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പൊളിറ്റിക്സ് എന്നും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സൃഷ്ടിക്കാറുണ്ട്. വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി സ്വപ്നം യാഥാർത്ഥ്യമാകുമോ, അതോ ക്ലൈമാക്സിൽ ഹൈക്കമാൻഡ് മറ്റൊരു സർപ്രൈസ് പാക്കേജ് തയ്യാറാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.